+2 ശേഷം വേഗത്തിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു കോഴ്സ് തിരയുകയാണോ നിങ്ങൾ? കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാഷൻ മേഖലയിലും കമ്പ്യൂട്ടർ മേഖലയിലും ഗവൺമെന്റ് അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഫാഷൻ ലോകത്ത് ഏറ്റവും വേഗത്തിൽ തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. കമ്പ്യൂട്ടർ രംഗത്ത് വിവിധ കരിയറുകൾ സ്വന്തമാക്കുവാനായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങി നിരവധി കോഴ്സുകൾ. കൂടാതെ ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് ഡിസൈനിംഗ്, ഡിപ്ലോമ ഇൻ വെൽനസ് ക്രാഫ്റ്റ് ബേക്കർ എന്നീ കോഴ്സുകളും. 2024 വർഷത്തെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനുകൾക്കായി ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ട്, ജൂബിലി ജംഗ്ഷൻ, ഫോർട്ട് കൊച്ചി. ഫോൺ 0484 222 7217. മൊബൈൽ 730 686 7141. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. ചെട്ടിക്കാട് അന്തോണീസ് പുണ്യവാന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ബെന്നിയച്ചനാണ് 2024 വർഷത്തിലെ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചൊവ്വാഴ്ച മെയ് മാസം 7-ാം തീയതി ആണ് കൊടികയറ്റം. അന്ന് രാവിലെ 10:15 കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്നല പിതാവ് ആഘോഷം കൊടിയേറ്റുന്നതോടെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. 12-ാം തീയതി ഞായറാഴ്ച പ്രത്യേകമായിട്ട് പ്രസിദ്ധേന്തിമാരുടെ ദിനമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ മക്കൾ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും അന്തോണീസ് പുണ്യാളം വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും പ്രസിദ്ധേന്തിമാരായിട്ട് വന്നിട്ടുണ്ട്. അവർ രാവിലെ 9 മണിക്ക് പ്രസിദ്ധേന്തി വായിച്ച ഉണ്ടായിരിക്കും. അവർ വന്ന് അതിൽ സംബന്ധിക്കും. 10 മണിക്ക് ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ്, ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അപ്പോൾ ആ ദിവ്യബലി കഴിഞ്ഞിട്ട് 12-ാം തീയതി രാവിലെ 10 മണിക്ക് ആ ദിവ്യബലി കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. സ്നേഹസാന്ത്വനം എന്നാണ് ഞങ്ങളതിന് പേരിട്ട് വിളിക്കുന്നത്. ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അന്ന് കല്ലറക്കൽ പിതാവ് നിർവഹിക്കും. പിറ്റേ ദിവസം 13-ാം തീയതി വൈകിട്ട് 5:30 മണിക്ക് ആഘോഷമായ ദിവ്യബലിക്ക് ജോസഫ് കാരിക്കശ്ശേരി പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 14-ാം തീയതിയാണ് രാവിലെ 10-ന് കണ്ണൂർ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും. 10:15-ന് അഭിവന്ദ്യ പിതാവ് കൊടികയറ്റ കർമ്മം നിർവഹിക്കും. ഈ സമയം കൊടിമരത്തിനു ചുറ്റുമായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, വചനപ്രഘോഷണം, തുടർന്ന് നൊവേന ആരാധന. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന ആരാധന എന്നിവ നടക്കും. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് 5:30 ദിവ്യബലി, നൊവേന ആരാധന എന്നിവ നടക്കും. പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാവും. ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാവും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യ നടക്കും. ഞായറാഴ്ച രാവിലെ 9:40 റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിന്റെ സ്വീകരണം. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിയിൽ റവറൻഡ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി മുഖ്യ കാർമ്മികനാവും. മെയ് 14-നാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. രാവിലെ 10:15-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കയ്യുടെ അസ്ഥി,
സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുതസ്ഥിതിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബീനൻ താണിപ്പള്ളി, ആന്റണി കല്ലറക്കൽ, ജോഷി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ, ആന്റണി PM, ജിൽജോ PG എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതാണ്ട് 1,00,000-ലധികം പേർക്ക് ഊട്ടുസദ്യ ഞങ്ങളിവിടെ തയ്യാറാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന എല്ലാവർക്കും ഊട്ടുസദ്യ തയ്യാറാക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള പാവറട്ടി വിജയൻ, അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളായിട്ടുള്ള 120ഓളം പ്രവർത്തകർ, ജോലിക്കാർ, അവർ വന്നിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇടവക മക്കളും തീർത്ഥാടകരുമൊക്കെ ഒത്തിരിയേറെ കൂടെ നിന്ന് സഹായിക്കും. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുന്ന പാചകം ചൊവ്വാഴ്ച രാത്രി വരെ എത്ര ആൾക്കാർ വരുന്നുവോ അത്രയും അധികം നമ്മൾ നിൽക്കാനായിട്ട് അവരൊക്കെ തയ്യാറാണ്. അത്രയും പേർക്ക് സൗകര്യദായകമായിട്ടുള്ള കൂട്ടുനേർച്ച കൊടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 1,00,000-ഓളം പേര് വന്ന് നേർച്ച ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും. അതിൽ കൂടുതൽ ഈ വർഷം വന്നാലും ഞങ്ങൾ സജ്ജീകൃതരാണ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ആവശ്യത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ റൂറൽ SP സാറ്, ആലുവ റൂറൽ SP സാറിൻ്റെ നേതൃത്വത്തിലും, അതുപോലെ പറവൂർ DYSP സലീഷ് സാറിൻ്റെ നേതൃത്വത്തിലും, വടക്കേക്കര CI ബിജു സാറിൻ്റെ നേതൃത്വത്തിലുമുള്ള പോലീസ് അംഗങ്ങൾ ഇവിടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരിവിടെ ഉണ്ടായിരിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പോയിൻ്റ് ഞങ്ങളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കോമ്പൗണ്ടും ഇതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ന്യൂസ് ബ്യൂറോ, പറവൂർ.